ജനുവരിയിൽ ആരംഭിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ കരാർ നീട്ടുന്നതിനുള്ള ചർച്ചകളുമായി മധ്യസ്ഥർ മുന്നോട്ടു പോയതോടെ ഇസ്രയേലും ഹമാസും അടുത്ത റൗണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്ക് തയ്യാറാണെന്ന റിപ്പോർട്ടുകൾ പുറത്ത്. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ട ചർച്ചകൾ ആരംഭിക്കുന്നതിന് പോസിറ്റീവ് സൂചനകളുണ്ടെന്നാണ് ഹമാസ് പ്രതികരിച്ചത്. പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയിട്ടുമില്ല. മധ്യസ്ഥരുടെ വാഗ്ദാനത്തെ തുടർന്ന് ചർച്ചകൾ പുരോഗമിക്കുന്നതിനായി തിങ്കളാഴ്ച ഖത്തറിലെ ദോഹയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രയേൽ പ്രഖ്യാപിച്ചു. ഈജിപ്ഷ്യൻ മധ്യസ്ഥരുമായും ഖത്തർ ഉദ്യോഗസ്ഥരുമായും വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസ് പ്രതിനിധി സംഘം കൈറോയിലുണ്ട്. സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വഴിയൊരുക്കിയേക്കാവുന്ന കരാറിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഗാസയിലെ ബന്ദികളുടെ മോചന കാര്യത്തിൽ ട്രംപ് ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന് ഹമാസ്. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഹമാസ് തയ്യാറാണെന്ന് മുതിർന്ന നേതാവ് മുഷീർ അൽ മസ്രി പറഞ്ഞു. ബന്ദികളുടെ മോചനം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു മുതിർന്ന ഹമാസ് നേതാവിന്റെ പ്രതികരണം. മേഖലയിൽ സമാധാനം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാവും അമേരിക്കയും ഹമാസും തമ്മിലുള്ള ചർച്ചകളെന്ന് അൽ മസ്രി പറഞ്ഞു. അതേസമയം വെടിനിർത്തൽ ദീർഘിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കുന്നതിന് വേണ്ടി ഗാസയിലേക്കുള്ള അവശ്യ സാധനങ്ങൾ ഇസ്രയേൽ തടയുന്ന സാഹചര്യത്തിൽ വെടിനിർത്തലിന്റെ ഭാവി സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. 2023 ഒക്ടോബർ 7 ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രയേൽ ഇതുവരെ ഹമാസുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. ഹമാസിനെ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു ഇസ്രയേലിന്റെ ഗാസ സൈനിക നടപടികൾ. വെടിനിർത്തലിന്റെ രണ്ടാം ഘട്ടത്തിലേക്കുള്ള ചർച്ചകൾക്ക് പകരമായാണ് ഹമാസ് ബന്ദികളുടെ മോചനത്തെ കാണുന്നതെന്ന സൂചനയാണ് അൽ മസ്രി നൽകിയത്. യുദ്ധത്തിന് ഫലപ്രദമായ അന്ത്യം കുറിക്കുന്നതിനൊപ്പം അവശേഷിക്കുന്ന ബന്ദികളിൽ ജീവനോടെയുള്ളവരെ വിട്ടയക്കുന്നത് ഉൾപ്പെടെയുള്ള നിബന്ധനകൾ അംഗീകരിക്കുമെന്നതാണ് ഹമാസിന്റെ നിലപാട്. ബന്ദികളിൽ ഉൾപ്പെടുന്ന ഒരേയൊരു അമേരിക്കൻ പൗരൻ ഈഡൻ അലക്സാണ്ടർ നിലവിൽ ഗാസയിലുണ്ടെന്നാണ് അനുമാനം. ഇതിന് പുറമെ 4 അമേരിക്കൻ പൗരന്മാർ മരണപ്പെടുകയും അമേരിക്കൻ ഇസ്രായേൽ ഇരട്ട പൗരത്വമുള്ള 12 പേർ ബന്ദികളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. അതേസമയം ഇസ്രായേലി തടവുകാരെ കുറിച്ച് മാത്രമാണ് ട്രംപ് സംസാരിക്കുന്നതെന്നും ഇസ്രായേലി ജയിലുകളിൽ കഴിയുന്ന 10,000-ഓളം തടവുകാരെ അവഗണിക്കുകയാണെന്നും അൽ മസ്രി കുറ്റപ്പെടുത്തി. അമേരിക്ക ഇസ്രായേലിനോട് പക്ഷാപാതം കാണിക്കുന്നു, മധ്യസ്ഥൻ എന്ന നിലയ്ക്കപ്പുറം തർക്കത്തിൽ കക്ഷി ചേരുകയാണ് ചെയ്യുന്നതെന്നും അൽ മസ്രി പറഞ്ഞു. എല്ലാ ബന്ദികളെയും എത്രയും വേഗം വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഏതാനും ദിവസം മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ഗാസയിൽ നിന്ന് പലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി തള്ളി മുസ്ലിം രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ. പലസ്തീൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഗാസ പുനർനിർമ്മാണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നടന്ന ഇസ്ലാമിക സഹകരണ ഓർഗനൈസേഷന്റെ പ്രത്യേക സമ്മേളനം ആവശ്യപ്പെട്ടു. ഗാസ വെടിനിർത്തൽ കരാറിനെ നിലനിൽപ്പാൻ അനിശ്ചിതാവസ്ഥയിലായ സാഹചര്യത്തിലാണ് OIC സമ്മേളനം നടക്കുന്നത്. ട്രംപിന്റെ നീക്കത്തിന് ബദലായി ഗാസ പുനർനിർമ്മാണത്തിന് ഈജിപ്തിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പദ്ധതിക്ക് 57 അംഗ OIC പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. പലസ്തീനികളെ ഒഴിപ്പിക്കാൻ പട്ടിണി ആയുധമാക്കുന്ന ഇസ്രായേൽ നീക്കത്തെ അപലപിച്ച സമ്മേളനം പലസ്തീൻ ജനതയെ ഒഴിപ്പിക്കാനുള്ള നീക്കം വംശീയ ഉന്മൂലനവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും ചൂണ്ടിക്കാട്ടി. ബഷാറുൽ അസദിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിനെ തുടർന്ന് 2012 പുറത്താക്കിയ സിറിയയെ OIC തിരിച്ചെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.